ഒരു മനുഷ്യന് അവന് ചെറുപ്പം മുതൽ നാം കൊടുക്കുന്ന ശീലങ്ങളാണ് ലജ്ജ എന്ന് പറയുന്ന സാധനം. ഒരു പെൺകുട്ടി മക്കനിട്ട് പറന്നിട്ട് ഒരു പെൺകുട്ടി അത് ബോധ്യപ്പെട്ട് ഇങ്ങനെ കൊടുത്ത് ആ കുട്ടിക്ക് പിന്നെ അത് അയക്കുമ്പോണ്ടാകുന്നത് ഒരു ലജ്ജ. അപ്പൊ അത് ചെറുപ്പം മുതൽ തന്നെ ഈ വസ്ത്രം, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കണം. ഇപ്പൊ കോളേജിലൊക്കെ സ്റ്റൈൽ എന്താ, കൈ പൊക്കിയ പള്ള കാണണം, അത് അപ്പത്തെ പുതിയ കുട്ടികൾക്ക് കുപ്പായം, ലജ്ജ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ കാലത്ത് നമ്മുടെ പരിഹാരം എന്താ? നമ്മൾ ചെറുപ്പം മുതൽ ഒരു ദീനി ചിട്ടയിലും ചുറ്റുപാടിലും ഈ കുട്ടികളെ വളർത്തുന്നത്. ഇതിന് പരിഹാരം അതേ ഉള്ളൂ. നമുക്ക് ആ ചിട്ട ഇങ്ങനെ കൊടുക്കുക അല്ലെ. നമ്മള് കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, വലത്തെ കൈ കൊണ്ട് കഴിക്കണം അല്ല പറയാ. അങ്ങനെ പറഞ്ഞു നമ്മുടെ സിസ്റ്റത്തിലേക്ക് കുട്ടിയെ മാറ്റപ്പെടും. അപ്പോ ഇതുപോലെ നമ്മളും മാറുക. അതാണ് ഈ ലജ്ജയില്ലാത്ത ഒരു കാലത്ത് കുട്ടിയെ വളർത്താനുള്ള ഒരേ ഒരു പരിഹാരം. അല്ലാതെ ഈ കുട്ടിക്ക് എല്ലാവർക്കും ലജ്ജ കൊടുത്തിട്ട് നമുക്ക് കുട്ടിയെ വളർത്താൻ കഴിയില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റ പണി എന്താ? നമ്മുടെ മക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താറുണ്ട്. ഞാൻ മയക്കുമരുന്നിനെതിരെയുള്ള ധാരാളം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. അപ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലായിടത്തും പോയി പറയുന്ന ഒരു കാര്യമുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനം രണ്ടെണ്ണമാണ്. ഒന്ന് വലിയ പണി, രണ്ട് ചെറിയ പണി. ചെറിയ പണി പറഞ്ഞാൽ എന്തൊക്കെയാ? ബോധവൽക്കരണ ക്ലാസ് നടത്തുക, പ്രസംഗം നടത്തുക, ബോർഡ് വെക്കുക, നാട്ടിൽ വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക, ഒക്കെ ചെറിയ പണിയാണ്. വലിയ പണി എന്താ? സ്വന്തം മക്കൾ ഈ ലഹരിക്ക് പോവാതെ നോക്കുക എന്നുള്ളതാണ് വലിയ പണി. അതിനൊക്കെ വേറെ ആർക്കും പറ്റില്ല. അപ്പൊ ഈ ലജ്ജയുടെ കാര്യത്തിലുള്ള സാധനം എന്താ? എന്റെ മക്കള് ഈ കൃത്യമായ ഒരു ഇസ്ലാമിക ഡ്രസ്സ് ധരിച്ച് ഇറങ്ങൂ, നടക്കൂ, എന്റെ മോന് അങ്ങനെ ആയിരിക്കുമെന്ന് ഉറപ്പുവരുത്തലാണ്. കഴിയുന്നത്ര ഉറപ്പുവരുത്തലാണ്. ഇനി അതും കടന്ന് കുട്ടി പോവുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. അങ്ങനെ കുട്ടി എന്നത് നാം മാക്സിമം ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. ബാക്കി അള്ളാഹ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ലജ്ജ ഇല്ലാത്ത ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താന്നല്ലാതെ കോളേജിനകത്തും സ്കൂളിനകത്തും ഒന്നും നമുക്കൊന്നും ചെയ്യാനില്ല. ആ ഒരു സിസ്റ്റമാണ് നമ്മൾ തുടർന്ന് വരുന്നത്. ശരി, മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, മക്കൾ BTS ആരാധകരായി മാറുന്നു, തടയപ്പെടേണ്ടതുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. നമ്മളെ തന്നെ ഇഷ്ടവുമായി ബന്ധപ്പെട്ട് തന്നെ കിട്ടും. BTS കൊറിയൻ മൂവി, കൊറിയൻ സീരീസ്, കൊറിയൻ പാട്ട്, K-pop എന്നാണ് പറയുന്നത്. കൊറിയൻ ഈ സാധനത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. ഈ BTS എന്ന് പറയുന്ന ആൽബം, അതിലെ ചില പാട്ടുകൾ കൊറിയ നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ കൊറിയക്കാർ തന്നെ ഇതിനെതിരാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇതിന്റെ പ്രശ്നം എന്താ? ഒരു തരം മ്യൂസിക്, ട്രാൻസ് മ്യൂസിക് എന്ന വിഭാഗത്തിൽ പെടുന്ന ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉന്മാദം ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക്കാണ് ട്രാൻസ് മ്യൂസിക്. ഈ മ്യൂസിക് നിരോധിക്കപ്പെട്ട മ്യൂസിക്കാണ്. മനുഷ്യന് ഉന്മാദം ഉണ്ടാക്കും, ഒരു പ്രത്യേക അവസ്ഥയിൽ മനുഷ്യനെ എത്തിക്കും എന്നുള്ളത് കൊണ്ട് അത്തരം മ്യൂസിക്കുകൾ നിരോധിക്കപ്പെട്ടത്. ഈ BTS ഇത്തരം ഗണത്തിൽ പെടുന്ന, അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഉന്മാദം കുട്ടിക്കുണ്ടാക്കുന്ന, ലഹരി ഉണ്ടാക്കുന്ന തരം മ്യൂസിക്കാണ്. BTSന്റെ പ്രശ്നം ഈ മ്യൂസിക് ഹറാമാണ് എന്നതിനപ്പുറത്ത് BTS ഉണ്ടാക്കുന്ന പ്രശ്നം, ഈ BTS കണ്ട് കുട്ടി എത്തിപ്പെടുക കൊറിയയിലാണ്. ഇപ്പൊ നേരത്തെ നിങ്ങൾ ലജ്ജന്റെ കാര്യം പറഞ്ഞു. ഈ കൊറിയക്കാർക്ക് ഒരു പ്രത്യേകത. കൊറിയയിലെ രണ്ട് കാര്യങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഒന്ന് ഭംഗി, ബ്യൂട്ടി. രണ്ട് ലക്ഷറി, ആഡംബരം. ഈ രണ്ട് സാധനങ്ങൾ കൊറിയന്റെ എന്ത് സാധനത്തിലും കാണാം. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നോവ കാർ ഒഴിവാക്കിയിട്ട് വാങ്ങിയ കാർ കിയൻ. ഇന്നോവയിൽ എന്താ? ഒരു പിണ്ണാക്കില്ലേ? ഒരു സൺറൂഫ് ഉണ്ടോ? ഇല്ല. എന്തായാലും ഇന്നോവയിൽ ഒന്നുമില്ല. സീറ്റും സ്റ്റെയറിംഗ് ഒരു ഗീറും ഉള്ളത്. വേറെ ഒന്നും ഇന്നോവ തരൂല അല്ലെ. ഒരു 10-36 ലക്ഷം രൂപ എടുത്ത് വാങ്ങണം. എന്നാൽ അതിനേക്കാൾ ചെറിയ വിലയിൽ വാങ്ങുന്ന കിയ എന്ന് പറഞ്ഞാൽ കൊറിയൻ കമ്പനിയാണ്. ആ കാർ നിങ്ങൾ നോക്കേണ്ടി ഭംഗി കൂടും, ആഡംബരം കൂടും. കൊറിയന്റെ പ്രത്യേകത. ഈ കൊറിയയിലെ മനുഷ്യന്മാർക്കൊക്കെ ഒറ്റൊന്നും പള്ള ചാടി ആളും കൊണ്ടുണ്ടാവില്ല. എല്ലാം ജിമ്മിനൊക്കെ പോയി ഭയങ്കര ഭംഗിയായിരിക്കും. അവര് മുഖമൊക്കെ മിനുക്കും. ഏറ്റവും നല്ല ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വരുന്നത് കൊറിയനാ. ചുണ്ട് ചോപ്പിക്കണ ലിപ്സ്റ്റിക്, കണ്ണ് എഴുതുന്ന സാധനം കൊറിയനാ. അപ്പൊ ഏറ്റവും കൂടുതൽ ഭംഗിക്കും ലക്ഷറിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് കൊറിയ. നമ്മുടെ കുട്ടി ഈ കൊറിയയിലെ പാട്ടും കൊറിയയിലെ മനുഷ്യന്മാരും ഇങ്ങനെ കാണുമ്പോൾ കുട്ടിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെ മാറും. 2020 കൊറോണ വന്നപ്പോ ആ വരുന്ന സമയത്ത് നമ്മുടെ +2 ക്ലാസ്സിൽ, സ്കൂളില്, ഹൈസ്കൂളിലും +2-ലും ഒക്കെ കോളേജിലും ഒക്കെ ചുണ്ട് ചോപ്പിച്ച് എത്ര പെണ്ണുങ്ങൾ കാണും? ഒരു കല്യാണത്തിന് പോയാൽ ലിപ്സ്റ്റിക് ഇട്ട് എത്ര പെണ്ണുങ്ങൾ കണ്ടു? 2022 കൊറോണ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോ എത്ര പെൺകുട്ടികളാ ചുണ്ട് ചോപ്പിച്ച് സ്കൂളിൽ വന്നത്? എവിടെ കിട്ടിയതാ? ഈ കൊറിയൻ മൂവീസിന്റെ സ്വാധീനം. അപ്പൊ ഈ കൊറിയൻ മൂവീസ്, ഈ നമ്മുടെ കുട്ടി BTSലൂടെ എത്തിപ്പെടുക ഈ കൊറിയൻ മൂവീസിലാണ്, കൊറിയൻ സീരീസിലാണ്. ഈ കൊറിയൻ സീരീസിന് 3 പ്രശ്നം ഞാൻ എന്തൊക്കെ പറഞ്ഞു? 1 ഭംഗി, 2 ലക്ഷറി, 3 റൊമാൻസ്. ഈ കുട്ടി ഭയങ്കര റൊമാൻസ് ആക്കും. അപ്പൊ ഇത് നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും. അതുകൊണ്ട് കൊറിയൻ മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ ടൈപ്പിലേക്ക് കുട്ടി ഇങ്ങനെ മാറ്റപ്പെടും. നമ്മുടെ പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടി നോക്കേണ്ടി, പണ്ടൊക്കെ പെൺകുട്ടിയൊക്കെ മുടി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മോള് നമ്മളുടെ പ്രധാന കച്ചറ എന്താ? പെൺകുട്ടി പറയുന്നത് എനിക്ക് മുടി മുറിക്കണം, ഇത്ര വെച്ച് മുറിക്കണം കേട്ടോ. അത് വെക്കണം എന്നല്ല ഞാൻ പറയണേ, പക്ഷേ ആ കുട്ടി മുന്നിൽ ഇങ്ങനെ മുടി മുറിച്ച് തൂക്കിയിടണം. ഇതൊക്കെ കൊറിയനാണ്. നമ്മുടെ ആൺകുട്ടി ഇപ്പെടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ആൺകുട്ടികളുടെ ലൂസുള്ള ഒരു ജീൻസാ അല്ലെ, അതിന്റെ പേരെന്താ അറിയോ? കൊറിയൻ ബാഗി.
അപ്പൊ ഈ കുട്ടികൾ കൊറിയൻ സ്റ്റൈലിലേക്ക് ഇങ്ങനെ മാറുകയാണ്, അവിടുത്തെ ജീവിത രീതിയിലേക്ക് മാറുക. അപ്പൊ നമ്മള് ഇത്തരം കാര്യങ്ങൾ കാഴ്ചപ്പാട് ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കണം. എന്താണോ കാണുന്നത് അതാണ് കുട്ടിയുടെ കാഴ്ചപ്പാടായി മാറുന്നത്. അപ്പൊ കുട്ടി കാണുന്ന ഈ പോപ്പ് ഗാനങ്ങൾ അല്ലെങ്കിൽ ഈ BTS പോലെയുള്ള ആൽബങ്ങൾ കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിനെ, കാഴ്ചപ്പാടിനെ മാറ്റുകയും ഒരു ഇസ്ലാമിക് കാഴ്ചപ്പാടിൽ നിന്ന് ഒരു വല്ലാത്ത സ്വതന്ത്ര ചിന്തയും സ്വാതന്ത്ര്യവും ഒക്കെയുള്ള ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള, മേക്കപ്പ് ഇമ്പോർട്ടൻസ് ഉള്ള, ആ രൂപത്തിലുള്ള വസ്ത്രത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ലെവലിലേക്ക് കുട്ടി മാറുകയും ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ BTS പോലെയുള്ള ആൽബങ്ങൾ നമ്മുടെ കുട്ടി കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക തന്നെ വേണം. ഒറ്റ കാര്യം കൂടി കൂടെ ചേർത്ത് സൂചിപ്പിക്കുക. ഈ BTS കാണുന്ന ആളുകൾ, പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ ഉണ്ടാവും, ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാവും, BTS ആർമി എന്നൊക്കെയാണ് അതിന് പേരുണ്ടായി. BTS കാണുന്ന BTS ലവേഴ്സ് അസോസിയേഷൻ, അവർക്കൊരു ഗ്രൂപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും. ആ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ മുഴുവൻ ചർച്ച ഈ സൗന്ദര്യത്തെക്കുറിച്ചും ഈ സാധനത്തെക്കുറിച്ചും ഒക്കെ. അതിൽ നിന്നുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകളെ നിയന്ത്രിക്കേണ്ടത് തന്നെയാണ് എന്ന ഒരു അറിവ് നിങ്ങൾക്കുണ്ടാവും. മറ്റൊരു ചോദ്യം. 7 വയസ്സുകാരനായ എന്റെ മകൻ വൃത്തികെട്ട സംസാരങ്ങൾ സംസാരിക്കുന്നതായി നിരന്തരം പരാതി ലഭിക്കുന്നു. മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നർത്ഥം. എനിക്ക് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരാമോ? ഇത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാണ്. പിന്നെ വൃത്തികേടുകൾ വിളിക്കുക എന്നൊരു സ്റ്റൈലാണ്. എന്ന് പറഞ്ഞാല് വൃത്തികേടുകളെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലം. അതായത് നിങ്ങളോട് നേരത്തെ പറഞ്ഞത് കോളേജിലെ ക്യാമ്പസിലൊക്കെ ഉള്ള പ്രശ്നം വൃത്തികേടുകൾ നോർമലൈസ് ചെയ്യപ്പെടും. ഇതൊക്കെ നോർമലാണ്, ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളൊക്കെ പഠിച്ചിരുന്ന നമ്മുടെ കാലത്ത് ഇതൊക്കെ ഒരു വൃത്തികേടായിട്ടും തെമ്മാടിത്തവുമായിട്ട് കണ്ടിരുന്ന ഒരു കാലം. പക്ഷെ ഇപ്പൊ അത് വൃത്തികേട് നോർമലൈസ് ചെയ്യപ്പെടും. ഇപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ പരിഹാരം എന്താ? നമുക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യം. ആ കാര്യം എന്താ? നമ്മുടെ കുട്ടിയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. ആ ടൈപ്പ് കൂട്ടുകെട്ടിലേക്ക് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ കൂട്ടുകെട്ടാണ്. എന്ത് പറഞ്ഞാലും ഈ നായിയെ പട്ടിയെന്നൊക്കെ വിളിക്കുന്ന ടൈപ്പ് സംസാരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് കാണാം. അതിങ്ങനെ ക്യാമ്പസിലൊക്കെ ഇപ്പോൾ അതാണ് ഈ കുട്ടികളെ വിളിക്കപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ക്യാമ്പസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കുട്ടിയെ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കണ്ടേ? കൂട്ടുകെട്ട് ഏറ്റവും പ്രധാനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കൂട്ടുകാരൻ, റസൂലിന്റെ കമ്പാരിസൺ വളരെ ഉഷാറാണ്. റസൂൽ പറഞ്ഞത് നല്ല കൂട്ടുകാരൻ അത്ര വിൽപ്പനക്കാരനെ പോലെയാണ്, മോശം കൂട്ടുകാരൻ കൊല്ലന്റെ പണിശാല. എന്താ അത്ര വിൽപ്പനക്കാരന്റെ പ്രത്യേകത? അയാൾ എത്തുന്ന വെറുതെ പോയാൽ അയാൾ അവിടെ ഇവിടെ എന്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് സുഗന്ധം ബാക്കിയാവും. ആ നല്ല സുഹൃത്ത് അങ്ങനെയാണ്, അവനെ കൂടെ വെറുതെ നിന്നാൽ നന്മ കിട്ടും. മോശം സുഹൃത്തോ കൊല്ലന്റെ പണിശാല പോലെയാണ്. അതിന്റെ പ്രത്യേകത എന്താ? അവിടെ വെറുതെ ചെന്ന് ഇരുന്നാൽ മതി, വെള്ളക്കുപ്പായിട്ടുണ്ട്, ഒന്നുമില്ലെങ്കിൽ കരിങ്കിലോ അല്ലെങ്കിലോ അയാളുടെ തീപ്പൊരി വീണ് നിങ്ങളുടെ വസ്ത്രത്തിന് ഓട്ട വീഴും. മോശം സുഹൃത്തിന്റെ കൂടെ നിങ്ങൾ ഇത്തിരി നേരം ഇരുന്നാൽ അത് നിങ്ങളുടെ സ്വഭാവത്തെ ജീവിതത്തിൽ ഓട്ട വീഴ്ത്തും. ഇത് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നോർമൽ അല്ല എന്നും തെറി വിളിക്കലും തെറി പറയലും വൃത്തികേടുകൾ പറയലും നമ്മുടെ സംസ്കാരമല്ല എന്നും കുട്ടിക്ക് ബോധ്യപ്പെടുത്തണം. ഇത് ആർക്കും എല്ലാവരും ചെയ്യണ്ട, എല്ലാവരും ചെയ്തോട്ടെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി എന്താ? അതേ നേരത്തെ കൂടെ പറഞ്ഞത്, നമ്മുടെ ദീന് ഇതിനൊക്കെ വ്യക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. തെറി വിളിക്കാൻ പാടില്ല, വൃത്തികേട് പറയാൻ പാടില്ല. കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് ചെറുപ്പം മുതൽ തന്നെ കുട്ടിക്ക് ഉണ്ടാവേണ്ട ശീലമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, തെറ്റുമ്പം തെറി പറയുക എന്നത് ആരുടെ ലക്ഷണം? മുനാഫിക്കിന്റെ ലക്ഷണം. ഇതൊക്കെ അറിയാതെ പോകുമ്പോഴാണ് കുട്ടി ഇത്തരത്തിൽ ഇതൊരു നോർമലായി. അതിപ്പോ എന്റെ ഫ്രണ്ടിനെ ഒന്ന് തെറി വിളിച്ചാൽ എന്താ കുഴപ്പം എന്ന് കുട്ടി ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, തമാശക്ക് പോലും കളവ് പറയരുത്, തമാശക്ക് പോലും തെറി വിളിക്കരുത്, തമാശക്ക് പോലും വൃത്തികേട് വിളിക്കരുത്. ഇരട്ട പേര് വിളിക്കാം. നമ്മളെ ക്യാമ്പസുകൾക്കൊക്കെ ഉള്ളതാ. ഒരു ചെറുക്കൻ സങ്കടത്തോടെ പറയും, അവന്റെ പേര് നവാസ്. അവൻ അല്പം കറുത്തിട്ടാ, നവാസ് ഇത്തിരി കറുത്തിട്ടാ. അപ്പൊ നവാസിനെ കൂട്ടുകാർ വിളിക്കുന്ന പേരെന്താ? കാക്ക നവാസ്. കുട്ടികളെ വിളിക്കാം കാക്കെ കാക്കെ ഇങ്ങനെ വിളിക്കാം. എത്ര മനം നോക്കുന്നുണ്ട് ചെക്കന്റെ. അവനെ കൂട്ടുകാരെ വിളിക്കുന്നത് കാക്ക നവാസ്, അവന്റെ കൂട്ടുകാരെ വിളിക്കുന്നത്. അപ്പൊ അവൻ ഇങ്ങനെ നടന്നു കാക്ക വിളിക്കും. അപ്പൊ അവൻ തിരിഞ്ഞു, ഇവന് മനസ്സ് നോവാണ്, ഞാൻ ഇത്തിരി കറുത്തു പോയത് കൊണ്ട് എന്നെല്ലാവരും കാക്കാന്ന് വിളിക്കുന്നത്. എന്താ ഇസ്ലാമിന്റെ അധ്യാപനം? ഒരു മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒന്നും അയാൾ വിളിക്കാൻ പാടില്ല. നമ്മളെ കുട്ടിക്ക് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇരട്ട പേര് വിളിക്കരുത്, തെമ്മാടിത്തം വിളിക്കരുത്, തെറി പറയരുത്. തമാശക്കാണെങ്കിലും വെറുതെ ആണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ വായിന്ന് വരുന്നവൻ വിശ്വാസിയല്ല എന്ന ബോധം ഉണ്ടാക്കലാണ്. അത് ചെറുപ്പം മുതൽ ഉമ്മയും പാപ്പയും ഒക്കെ വളർത്തി വലുതാക്കുമ്പോൾ മുതൽ അതിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പൊ മാത്രമേ ക്യാമ്പസുകളുടെ ഇത്തരം തിന്മകൾക്കെതിരെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഇനിയോ ഒരു കാര്യം കൂടി ഇതിനെ കൂടെ ചെയ്യാറുണ്ട്. എന്താ? ഇസ്ലാമികമായ കൂട്ടം. ഇപ്പോ വിസ്ഡം സ്റ്റുഡൻസ്, അതേപോലെ തന്നെ ഒരു പള്ളിയുമായി കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ. നിങ്ങൾ ചുരുക്കിയൊരു സാധനം പറയാം. മക്കള് രാവിലെ സുബൈക്ക് പള്ളിക്ക് വരികയാണ്. ഒരു പള്ളിക്ക് സുബൈക്ക് വരുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. നോക്കുക നിങ്ങൾ, അതൊരു വല്ലാത്ത ഗ്രൂപ്പായിരുന്നു. സുബൈക്ക് പള്ളിക്ക് വരുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്. ഒരാ സുബൈയും കഴിഞ്ഞാൽ കളിക്കാനൊക്കെ പോയി, നടക്കാനൊക്കെ പോയി, ഒരു തിരിച്ചു വീട്ടിൽ കയറിയാണ്. നിസ്കരിക്കുന്ന കുട്ടിയുടെ ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പായില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കോക്കസുകളെ, ഗ്രൂപ്പുകളെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. കുട്ടി വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് പോയി പെടും. അപ്പൊ സുബൈക്ക് വരുമ്പോൾ കുറച്ച് കുട്ടികൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ, ഈ പരിപാടി നടക്കാണ് പാരായണക്കര, ഇതിന് നോട്ടീസ് 4-5 ചെക്കന്മാരെടുത്ത് കൊടുത്തേടാ, നിങ്ങൾ സുബൈ സ്കെച്ചിൽ ഇതൊന്നും അവിടെ കൊണ്ട് ഒട്ടിക്കുക, സൈക്കിൾ പോയിക്കോ. അപ്പൊ അതൊരു ആ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ്. അത് തെറി വിളിക്കാത്ത, നിസ്കരിക്കുന്ന,
വൃത്തികേട് പറയാത്ത ഒരു നല്ല കുട്ടികളുടെ ഗ്രൂപ്പിൽ നമ്മുടെ കുട്ടി എത്തിപ്പെടും. ഇത് വലിയ ശ്രദ്ധ ഇതിനു വേണ്ടി നിങ്ങൾ കൊടുക്കണം. അതിനുവേണ്ടിയുള്ള ഗ്രൂപ്പുകൾ, പള്ളി കേന്ദ്രീകരിച്ച ദീനീ ഗ്രൂപ്പുകളിൽ കൗമാരക്കാരായ നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെട്ടാൽ ഈ സാധനങ്ങൾ വായിന്ന് വരൂല. അല്ലെങ്കിലോ കുട്ടി ഉൾപ്പെട്ടത് ഒരു തെറി പറയുന്ന വൃത്തികെട്ട ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ കൗമാരത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടിയുടെ സ്വഭാവത്തെ, പെരുമാറ്റത്തെ നിർണ്ണയിക്കുന്നത് ആ കുട്ടിയുടെ സുഹൃത്ത് ബന്ധങ്ങളാണ്. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയില്ലേ ആ കുട്ടീന്റെ കാര്യം പോക്കാം. ഈ പെൺകുട്ടിയെ കുറിച്ച് ചിന്തിച്ചൊക്കെ നിങ്ങൾ ആൺകുട്ടിയുമായി കൊഞ്ചിക്കുഴയുന്ന, ആൺകുട്ടിയെ കണ്ടാൽ ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് ഈ പെൺകുട്ടി എത്തിപ്പെട്ടതെങ്കിലോ ആ കുട്ടി അതേപോലെയാവും. അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സുഹൃത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു പ്രോട്ടോകോളിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് കുട്ടി രക്ഷപ്പെടും.